അടികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാലബിളിനകത്ത് വരുന്ന ഡ്രൈവാണ് ഇത്. ഇതെല്ലാം സെയിം സംഭവം തന്നെ, വർക്കിംഗ് ആണ്. ഇത് ചെക്ക് ചെയ്തായിരുന്നു, വർക്കിംഗ് ആണ്. ഇങ്ങനെ കെട്ടിയിട്ടാൽ മാത്രം മതി. ഇതിന്റെ ഇതുണ്ടോ, ഇത് പോസിറ്റീവിലേക്കും ഇത് നെഗറ്റീവിലേക്കും ഉണ്ടോ, ഇവിടെ കത്തുന്നുണ്ടോ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങി ഇറക്കിയ ആദ്യം ഒരു LED സ്റ്റാറിന്റെ LED സീരിയൽ ലൈറ്റിന്റെ റിപ്പയറിംഗിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഇപ്പോഴും കമന്റ് ബോക്സിൽ ക്രിസ്മസിന്റെ സീസൺ ഒക്കെ ആകുമ്പോഴത്തേന് കമന്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ LED ഇതുപോലെ ഈ മാല ബൾബുകൾ അതുപോലെ തന്നെ ഈ സ്റ്റാറുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലേ അത് മിക്കവാറും എല്ലാവരും ഒരു വർഷം കൊണ്ട് അതിന്റെ പണിക്കെട്ട് തീരുമാനം ചെയ്യുന്നത്. പിന്നെ ആരും അത് റിപ്പയർ ചെയ്യാനോ ഒന്നും നോക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ചെറിയ കാര്യങ്ങളുള്ളൂ, അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു സംഭവം നമ്മൾ വീട്ടിൽ തന്നെ റിപ്പയർ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതിന്റെ പ്രധാനമായിട്ടും വരുന്നത് ഇത് 2-3 പാർട്ടുകളാണ് വരുന്നത്, പാർട്സുകൾ. ഒന്ന് ഈ ഡ്രൈവർ സർക്യൂട്ട്, ഇതാണ് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് ഇത് ഈ പോർഷൻ കറണ്ടെ കുത്തും. ഇവിടെയാണ് ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വരുന്നത്. ഇത് ഈ ഡ്രൈവർ സർക്യൂട്ട്. പിന്നെ രണ്ടാമത് വരുന്നത് ഇതിന്റെ ഈ ഒരു വയർ, 2 വയർ ഇങ്ങനെ പോയിട്ടുണ്ട്. ആ 2 വയർ. പിന്നെ വരുന്നത് ഇത് LED ബൾബുകൾ. ഇതിൽ 5mm ബൾബ് ഉപയോഗിക്കുക, അതുപോലെ 8mm ബൾബ് ഉപയോഗിക്കുക. ഇത് 5ന്റെ ബൾബാണ്. ഈ ബൾബിന് പെട്ടെന്നൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ ലെഗുകൾ ഇതുപോലെ തുരുമ്പെടുത്തിട്ട് ഈ ലെഗ് ഒടിഞ്ഞു പോയിട്ട് കംപ്ലൈന്റ് വരാം. അതാണ് ഇതിന്റെ ഒരു കംപ്ലൈന്റ്. ഇവിടെ ഇത് സീരിയൽ ബൾബ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു സീരിയലായിട്ടാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഇങ്ങനെ സീരിയൽ 1 2 1 2 +- അങ്ങനെ അതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പൊ ആ ഒരു കണക്ഷൻ എവിടെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു ബൾബ് ഒന്നും കത്തത്തില്ല. അതാണ് ഇതിന്റെ ഒരു കംപ്ലൈന്റ്. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിനെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. എല്ലാത്തിനും ഞാൻ ഇങ്ങനെ കപ്പുകൾ ഊരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറ്റി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണം, കളയാതെ. എന്നിട്ട് നമ്മൾ ഇതിന്റെ ബൾബിന് എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ, ഫിസിക്കൽ ഡാമേജ് എവിടെ ഉണ്ടോ നോക്കണം. ഒടിഞ്ഞിരിപ്പുണ്ടോ, തുരുമ്പ് കയറി എവിടെയെങ്കിലും ഒഴിഞ്ഞിരിപ്പുണ്ടോ എന്ന് എല്ലാ ബൾബും. ചിലപ്പോൾ മിക്കവാറും ഉള്ളത് 35 ബൾബ് 40 ബൾബ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ആ ബൾബുകളെല്ലാം ഇങ്ങനെ ഇതുപോലെ അഴിച്ചിട്ട് നോക്കണം ആദ്യം. എന്നിട്ട് കണക്ഷൻ എന്തെങ്കിലും വിട്ടിരിപ്പുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡർ ചെയ്യാൻ ഉണ്ടെങ്കിൽ സോൾഡർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ബൾബ് കണക്ഷൻ ഒടിഞ്ഞു വല്ലോ ഇരിക്കുന്നെങ്കിൽ അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ മതി. ഇപ്പൊ 40 ബൾബിനകത്ത് 1 ബൾബ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബൾബ് കത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ സോൾഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്യാവുന്ന കേസ് ഇട്ടേ ഉള്ളൂ. പിന്നെ അപ്പം അത് ഒരു കംപ്ലൈന്റ് അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. പിന്നെ 8mm ബൾബ് ആണെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നത്, കുറച്ചുകൂടെ ലെഗിന് കട്ടിയുണ്ട്. ഇത് 5mm ആണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. പിന്നെ എവിടെയെങ്കിലും വയർ ബ്രേക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കും. വയർ ബ്രേക്ക് അങ്ങനെ പരമാവധി കുറവായിരിക്കും, അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് കുറവായിരിക്കും. പിന്നെ വരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഡ്രൈവിനാണ്. ഈ ഡ്രൈവർ സർക്യൂട്ടിന് കംപ്ലൈന്റ് വരും. ഈ ഡ്രൈവർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇതൊരു ഡയോഡാണ്. ഈ 4 ഡയോഡ് വെച്ച് ബ്രിഡ്ജ് ചെയ്തിട്ട് ഈ വരുന്ന AC-യെ ഇതൊരു DC ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ ഒരു പോർഷൻ പോസിറ്റീവും ഈ ഡയോഡിന്റെ വരെയുള്ള ഭാഗമുണ്ട്. ഇവിടെ പോസിറ്റീവ് ലൈനും പോസിറ്റീവ് ഇൻപുട്ടും ഇവിടെ നെഗറ്റീവ് ഇൻപുട്ടും ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇതാണ് ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ലൈൻ തിരിഞ്ഞു പോയാലും അത് വർക്ക് ചെയ്യത്തില്ല. ഈ ഡ്രൈവിന് കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടെ ഡ്രൈവ് അഴിച്ച് എടുത്തിട്ട് നമുക്ക് വേറൊരു കത്തുന്ന ഒരു മാല ബൾബിന്റെ ഡ്രൈവ് ഇതുപോലെ അഴിച്ചെടുക്കുക. നിങ്ങൾ ഇതുപോലെ അങ്ങനെ ഡ്രൈവ് ഉണ്ടല്ലോ, വേറെ മാല ബൾബ് ഉണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവ് അഴിച്ചെടുത്തിട്ട് അതിന്റെ ഈ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡയോഡിന്റെ ഈ കറുത്ത സാധനമാണ് ഡയോഡ്. ഈ ഡയോഡിന്റെ ഈ വര കണ്ടോ, ഈ ഒരു സൈഡിൽ വരയുണ്ട്, ഒരു സൈഡിൽ വരയില്ല. ഈ 2 ഡയോഡ് ചേരുന്നിടത്ത് വരയുള്ള ഭാഗം പോസിറ്റീവും വരയില്ലാത്ത ഭാഗം നെഗറ്റീവുമാണ് വരുന്നത്. നമ്മൾ LED ബൾബിന്റെ ഈ ചുവന്ന വയർ പോസിറ്റീവാണ്, ഈ വരയില്ലാത്ത നെഗറ്റീവ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, എല്ലാ ബൾബിനും ഉണ്ട്. ഇത് 12 വോൾട്ടിന്റെ ബൾബാണ് കേട്ടോ. നമുക്ക് ഇത് കൊടുത്താൽ കത്തിക്കോളും, കുഴപ്പമില്ല. 12 വോൾട്ടിന്റെ ഒരു സാധാരണ വണ്ടിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബാണ് ഇത്. അപ്പൊ ഈ ബൾബ് എടുത്തിട്ട് ഇതിങ്ങനെ പോസിറ്റീവിലും ഇതിങ്ങനെ നെഗറ്റീവും കൊടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ കൊടുത്ത് കണക്ഷൻ കൊടുത്തിട്ട് ഇത് ഈ സൈഡ് കറണ്ട് കുത്തുമ്പോൾ ഈ ബൾബ് കത്തിയെങ്കിൽ ഈ ഡ്രൈവിന് കംപ്ലൈന്റ് ഇല്ല. അപ്പൊ എപ്പോ ചെക്ക് ചെയ്താലും ആദ്യം ഡ്രൈവ് ചെക്ക് ചെയ്തു, അപ്പൊ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഡ്രൈവ് കംപ്ലൈന്റ് ആയി കിടന്നിട്ട് നമ്മൾ ഇതൊക്കെ എന്നാ പണിതിട്ടും കാര്യമില്ല, ഇത് വർക്ക് ചെയ്യത്തില്ല. ആദ്യം ഡ്രൈവ് മുതൽ ഞാൻ പറഞ്ഞ പോലെ കപ്പ് ഹോൾഡർ അഴിച്ച് നോക്കിയിട്ട് ഈ കപ്പ് അഴിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഇല്ലെങ്കിൽ ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട്
പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഈ ഡ്രൈവ് നമ്മൾ ചെക്ക് ചെയ്യുക. ഡ്രൈവ് ഇവിടെ ഒരെണ്ണം കൊടുത്തിങ്ങനെ ഈ പറഞ്ഞ രീതിക്ക് കൊടുത്തു നോക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികളാരും ഈ ഒരു വീഡിയോ അനുകരിക്കരുത്. അപ്പോൾ അത് നമ്മളിത് കറണ്ടിൽ ഇലക്ട്രിക്കലുള്ള വർക്കാണ്. അപ്പോൾ പ്രവൃത്തി പരിചയമില്ലാത്തവരെ അനുകരിക്കരുത്. അതുപോലെ തന്നെ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ ഈ വർക്കുകൾ ചെയ്യുക. അപ്പം ഈ സർക്യൂട്ടിൽ ഡ്രൈവർ സർക്യൂട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു ഡ്രൈവ് കേട്ടോ. ഇതൊരു ഡ്രൈവാണ്. ഇതും അങ്ങനെ ഈ മാലബിളിനകത്ത് വരുന്ന ഡ്രൈവാണ്. ഇതെല്ലാം സെയിം സംഭവം തന്നെ. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഡ്രൈവാണ്. ഇതിങ്ങനെ ബോർഡ് വഴി സെറ്റ് ചെയ്ത് ഇതെല്ലാം സെയിം സംഭവം അല്ല ഒന്ന് തന്നെ. ഇതിങ്ങനെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഈ കംപ്ലൈന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പം ചെക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വയർ ഇതാണ്. ഈ ഒരു LED ഒടിഞ്ഞു പോയിട്ട്, ഇവിടെ LED ബൾബ് ഒടിഞ്ഞു പോയിട്ട് ദ്രവിച്ചു പോയായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ വയർ കെട്ടിയിട്ടേക്കുവാണ്. ഇപ്പൊ ഇത് വർക്കിംഗ് ആണ്. ഇത് ചെക്ക് ചെയ്തായിരുന്നു. ഇത് വർക്കിംഗ് ആണ്. ഇതിങ്ങനെ കെട്ടിയിട്ടാൽ മാത്രം മതി. അപ്പൊ നമ്മളെല്ലാ വർഷവും ക്രിസ്മസ് ഈ മരത്തിന്റെ മുകളിലൊക്കെ എറിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചഴിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് കംപ്ലൈന്റ് വരും. ഇത് കുഴപ്പമൊന്നുമില്ല. ഒരു ബൾബിൽ നിന്ന് പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ വരുന്ന LED സ്റ്റാറാണ്. പിന്നെ വരുന്ന LED സ്റ്റാർ എന്ന് പറയുന്ന സംഭവം ഇതും ഇതുപോലെ തന്നെ ഒരു സംഗതി കേട്ടോ. ഇതിനകത്തും ഈ സീരിയലായിട്ടാണ് ഇതിനകത്ത് കണക്ഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പുറകുവശം ഇപ്പൊ ഊരി വെച്ചേക്കോണേ. ഇതിനകത്ത് ഇതുണ്ട് ഡ്രൈവ് ഉണ്ട്. ഒരു ഡയോഡ്, ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇതെല്ലാം ഇങ്ങനെ സീരിയലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ബൾബ് ബ്രേക്ക് ആവുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് തുരുമ്പെടുത്തിട്ട് അത് ഒടിഞ്ഞു പോവുകയോ ചെയ്ത് ഇതും കത്തത്തില്ല. പിന്നെ ഈ ഒരു ഡ്രൈവ് പോയാലും നമുക്ക് ഈ ഡ്രൈവിന് പകരം ഇത് കൂട്ട് നമുക്ക് കയറ്റിയിട്ട് കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ബൾബ് പോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്തിട്ട് അവിടെ പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ബൾബ് ഉണ്ടെങ്കിൽ മാറ്റിയിടുക, അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് ഒന്ന് അവിടെ സീരിയലായിട്ട് കൊടുത്താലും മതി. പ്രശ്നമൊന്നുമില്ല, കത്തിക്കോളും. അപ്പം ഇതുപോലെ ഈ സീരിയലിനകത്ത് ഈ ബൾബ് പോലെ തന്നെയാണ് ഉള്ള വർക്കിംഗ് തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഈ സീരിയൽ ലൈറ്റിന്റെ അതേ കണക്ഷനും വയറിങ്ങുമാണ്. ഈ വയറിങ്ങിന് പകരം ഇതിന്റെ ഈ ബൾബിന്റെ ലെഗ് തമ്മിൽ ഇങ്ങനെ ജോയിന്റ് അടിച്ചേക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിർമ്മാണത്തിനാണെങ്കിലും ഇതിനായിരിക്കും ഏറ്റവും ചെലവ്. ഇതിപ്പം ഒരു ബൾബിന് ഏകദേശം ഒരു 50-30 പൈസ 50 പൈസയൊക്കെ വിലയുണ്ട് ഒരു ബൾബിന്. പിന്നെ ഈ ബോഡിക്ക് ഒരു 10-15 രൂപ വിലയേ ഉള്ളൂ. പിന്നെ ഈ ഡ്രൈവ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 15 രൂപയ്ക്കകത്ത് ഈ ഡ്രൈവ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഡ്രൈവ് ആണെങ്കിലും 10-20 രൂപ. ഇതൊക്കെയാണ് നല്ല ഡ്രൈവ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ഡ്രൈവാണ്. ഈ ഡയോഡ് ഇതൊക്കെ മേടിച്ച് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇങ്ങനെ ഡ്രൈവ് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കംപ്ലൈന്റ് കുറവായിരിക്കും. ഇതാണ് പെട്ടെന്ന് അടിച്ചു പോകുന്ന സാധ്യത ഉണ്ട്. കുഴപ്പമില്ല, കിടന്നോളും. മഴയൊക്കെ നനയാതെ കിടക്കുവാണെങ്കിൽ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇല്ല, കിടന്നോളും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ട് വരുന്ന കംപ്ലൈന്റുകൾ. അപ്പൊ ഇങ്ങനെ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. 10-200 രൂപ മൾട്ടിമീറ്റർ കിട്ടും. അത് ഇങ്ങനെ കണ്ടിന്യൂറ്റി മോഡിൽ വെക്കുക. ഇങ്ങനെ കണ്ടിന്യൂറ്റി മോഡിൽ ബസർ മോഡ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ ബസർ മോഡ് വെക്കുക. എന്നിട്ട് ഇതിന്റെ 2 പ്രോബുകൾ ഇങ്ങനെ എടുക്കുക. പ്രോബുകൾ എടുത്തിട്ട് ഈ ബൾബിന്റെ ഇങ്ങനെ അമർത്തി വെക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, ഇതിന്റെ തുടക്കം ഇവിടെയാണ്. ഇവിടെ ഇതിന്റെ ഇതുണ്ടോ, ഇത് പോസിറ്റീവിലേക്കും ഇത് നെഗറ്റീവിലേക്കും ആണ്. ഉണ്ടോ ഇവിടെ കത്തുന്നുണ്ടോ? ഈ ബൾബ് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെയും വെക്കുക. ആ ബൾബ് കത്തുന്നുണ്ടോ? അവിടെയും കുഴപ്പമില്ല. ഇതുണ്ടോ, ഈ ബൾബ് കത്തുന്നുണ്ടോ? അവിടെയും പ്രശ്നമില്ല. ഈ ബൾബ് കത്തുന്നുണ്ടോ? അവിടെയും പ്രശ്നമില്ല. ഇതുണ്ടോ, ഇങ്ങനെ പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്ത് വരിക. അപ്പൊ ഏതെങ്കിലും ബൾബിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു പോർഷനിൽ കൂടെ ആ ഒരു ഭാഗത്തൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം. ഈ സീരിയൽ ലൈറ്റ് കത്താതെ വരുന്നത്, ഈ സ്റ്റാർ കത്താതെ വരുന്നത്. ഒന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഒന്നെങ്കിൽ ബൾബ് മാറ്റി ചേഞ്ച് ചെയ്യുക. ബൾബ് മാറ്റിയിടുമ്പോൾ അതിന്റെ നെഗറ്റീവ്, ബൾബിന് 2 ലെഗുകളാണുള്ളത്. ആ 2 ലെഗിൽ നെഗറ്റീവ് ലെഗ് പോസിറ്റീവ് ലെഗ് ഉണ്ട്. ആ കണക്ഷൻ മാറി പോകാതെ ശ്രദ്ധിക്കണം. കണക്ഷൻ മാറി കഴിഞ്ഞാൽ അത് കത്തത്തില്ല. ഇത് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പൊ ഡയോഡിന്റെ ദിശ പോലെ തന്നെ ദിശയുണ്ട്. ആ ദിശ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് കത്തത്തില്ല. അത് ഒന്നെങ്കിൽ ബൾബ് മാറ്റിയിടുക, അല്ലെങ്കിൽ അവിടെ സീരിയൽ ചെയ്യുക. പിന്നെ ഇതിന് പറയുന്ന ഈ ഡ്രൈവ് സർക്യൂട്ട് ആണ്. ആ ഡ്രൈവ് സർക്യൂട്ട് കംപ്ലൈന്റ് ആക്കി ഇത് മേടിക്കാൻ കിട്ടത്തില്ല. ചിലപ്പം മേടിക്കാൻ കിട്ടത്തില്ലെങ്കിൽ ഇതുപോലെ ഡ്രൈവ് മേടിച്ച് നമുക്ക് ഉണ്ടാക്കാം, അത് സെറ്റ് ചെയ്യാം. ഈ രീതികളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ ഒരു ബോഡിയും ഈ സാധനങ്ങളെല്ലാം മേടിക്കാൻ കിട്ടുന്ന, ബൾബ് മേടിക്കാൻ കിട്ടും, ഡ്രൈവ്, ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടുന്ന. വയറൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വയറിട്ട് നമുക്ക് നല്ല സ്വന്തമായിട്ട് നല്ല രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാറിന്റെ ഉണ്ട് ഈ ഡ്രൈവ് പോയതായിരുന്നു. ഈ ഡ്രൈവ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഡ്രൈവ് കംപ്ലൈന്റ് ആയിരുന്നു. ഈ ഡ്രൈവ് മാറ്റി നമ്മൾ സാധാരണ ഡ്രൈവ് കയറ്റിയിട്ടുണ്ട്. ഉണ്ട് ഇതിനോട് കവറിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഏതാ
ഇനി നമുക്ക് കണക്ഷൻ ചെയ്ത് നോക്കാം. സോറി, നമ്മൾ നന്നാക്കിയ സീരിയൽ ലൈറ്റ് ഇതിനും ആ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, അതെല്ലാം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ.